എനിക്കിപ്പോൾ 26 വയസ്സായി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾക്കുമുണ്ട് ഡ്രീംസ്, ഞങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും ചെയ്യാനുണ്ട്. പ്രശ്നം മൊത്തം അറിയാലോ, റിലേറ്റീവ്സ്, നാട്ടുകാർക്കാർക്കാണ്. 20 വയസ്സിന് മേലെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും അഫെയർ. എന്തിനാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. Rasmin by Kaliyatharama New Road Mattanjeri Kochi 2 68202 is the pin code, right? Yes, you are right. അപ്പൊ റസ്മിൻ Yes. എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാനിപ്പോൾ കറന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ മാസ്റ്റേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ആസ് എ വുമൻ പൊതുവെ ആളുകൾ കടന്നു വരാം, അതായത് പെൺകുട്ടികൾ അങ്ങനെ എല്ലാവരും ഒന്നും കടന്നു വരാത്തൊരു മേഖലയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഇഷ്ടം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താണെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നില്ല. PG ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഡിഗ്രിക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ ഊഹിക്കാലോ. അപ്പോൾ എന്തെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൾറെഡി ഞാൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. +1 മുതലാണ് കബഡി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാർ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു +2 കഴിയുമ്പോൾ തന്നെ നമുക്ക് 3 വർഷത്തെ കോഴ്സിൻ്റെ സ്പോർട്സിൻ്റെ കോഴ്സിൻ്റെ അത് ചെയ്യാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ അത് സെലക്ട് ചെയ്തു. അനാറ്റമി, ഫിസിയോളജി, കിൻസിയോളജി, ബയോമെക്കാനിക്സ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് സയൻസ്, അങ്ങനെ ഒരുപാട് IT മേഖല, സോഷ്യോളജി, IT എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവുന്നത്. രാവിലെ 6:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആക്ടിവിറ്റി, 6 തൊട്ട് 8:30 വരെ, 10 മണി തൊട്ട് 1 മണി വരെ തിയറി, വൈകുന്നേരം 4 മണി തൊട്ടിട്ട് 6:30 മണി വരെ പ്രാക്ടിക്കൽസ്. അതിനുശേഷം അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്ട്, റെക്കോർഡ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾ അത്രയും സാധാരണ കുട്ടികളെക്കാളും കൂടുതൽ ടൈമാണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വില എന്ന് പറയണമെങ്കിൽ വെറും PT മാഷ് അല്ലെങ്കിൽ ഡ്രിൽ മാഷ്, വെറുതെ പിള്ളേരെ പേടിപ്പിക്കുക, ഓടിക്കുക, ചാടിക്കുക, ഇത് മാത്രം. പക്ഷെ ഇങ്ങനെയല്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ 26 വയസ്സായി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കും എൻ്റെ പാരൻസിനും അധികം അതിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം മൊത്തം അറിയാലോ, റിലേറ്റീവ്സ്, നാട്ടുകാർക്കാർക്കാണ്. എന്തിനാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്കുമുണ്ട് ഡ്രീംസ്, ഞങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും ചെയ്യാനുണ്ട്. 20 വയസ്സിന് മേലെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും അഫെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാട്ടുകാർ പാരൻസിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അവരെ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കുക, മാക്സിമം പഠിപ്പിക്കാൻ നോക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വകുപ്പാണ് ഈ പാരൻസ് ശരിക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവരുടെ എൻജോയ്മെന്റിന് വിട്ടുകൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. റസ്മിൻ ഒരു PT ടീച്ചർ ആയാൽ, PT ടീച്ചർ എന്ന് തന്നെയല്ലേ പറയാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. ശരി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ ആ സ്ഥാപനത്തിൽ വരുത്തണം എന്നാണ് മനസ്സിലുള്ളത്? ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് ആ സ്കൂളിലെ എല്ലാ കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് ഫുൾ കോണ്ടാക്ട് എല്ലാ സ്കൂള് കോളേജസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. നമുക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ നല്ലൊരു ഭാവിയിലേക്ക് ആ കുട്ടീനെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഞാൻ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. അത് കൂടുതലും ഞാൻ ട്രൈ ചെയ്യുക കൂടുതലും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും.